എല്ലാവർക്കും ആര്യ സീരിയൽ സ്പോട്ട് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പവിത്രം ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ വിക്രം വേഷത്തിലും ഭാവത്തിലും എത്തുന്നുണ്ട്. പഴയ വിക്രമല്ല, ഇപ്പൊ ഒരു പുതിയ വിക്രം ആയിട്ടുണ്ട് നമ്മുടെ വിക്രം. ഒരു ചുള്ളൻ ചെക്കനെ പോലെ തന്നെ വിക്രം അടിപൊളിയിലാണ് ഇനി എപ്പിസോഡിൽ വരാൻ പോകുന്നത്. ഈ സമയം തന്നെ വേദയ്ക്കും തരുണിനും ഒരു ആക്സിഡന്റ് സംഭവിക്കുവാണ്. വേദ നാട്ടിലേക്കാണ് ട്രാൻസ്ഫർ ആയി വരുന്നത്. കൂടെ തരുണിനും ട്രാൻസ്ഫർ ആകുന്നുണ്ട്. കുട്ടിയുമായിട്ട് അവര് നാട്ടിലേക്ക് എത്തുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് അവർക്ക് സംഭവിക്കുവാണ്. നാട്ടിലേക്ക് തിരിച്ചെത്തുന്നത് അവിടെ നിൽക്കാൻ ഒട്ടും തന്നെ പ്രദമല്ല. അവരുടെ ചുറ്റും ശത്രുക്കൾ ഉണ്ടെന്ന് വേദയ്ക്കും തരുണിനും മനസ്സിലായി കഴിഞ്ഞിരിക്കുവാണ്. ഈ സമയം തന്നെ വേദയ്ക്കാണെങ്കിൽ നാട്ടിലേക്ക് വരാൻ നല്ല രീതിയിൽ മടിയുമുണ്ടായിരുന്നു. വന്നു കഴിഞ്ഞാൽ ശ്രീകാന്ത് തന്നെയും മകളെയും കണ്ടു കഴിഞ്ഞാലുമോ എന്നൊരു ഭയം കൂടെ വേദയ്ക്കുണ്ട്. അതേസമയം തന്നെ വിക്രം പുറത്തേക്ക് ഇറങ്ങി എന്ന വാർത്ത കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ വേദയ്ക്ക് അതോ ഒരു ആശ്വാസകരമാവുകയാണ്. ഇല്ല് വെച്ചിട്ട് വിക്രമിനോട് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പോലീസുകാരനുണ്ടല്ലോ, അയാളെ പോയി കാണുന്നുണ്ട് തരുൺ. മകൾക്ക് ഫുൾ ടൈം ആയിട്ട് പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറയുവാണ്. യാത്ര പോകുമ്പോഴും എപ്പോഴും ഏതു സമയത്തും മകളോടൊപ്പം തന്നെ വേണമെന്നാണ് പറയുന്നത്. അതിപ്പോ എന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് സാറ് ആ സമയത്താണ് നമ്മുടെ വിക്രമിന്റെ കാര്യം ആലോചിക്കുന്നത്. വിക്രമാണെങ്കിൽ അത്രയ്ക്കും ഡീസന്റും പെർഫെക്റ്റ് ആയിട്ടുമുള്ള ഒരാളാണല്ലോ. മാത്രവുമല്ല വിക്രമുമായിട്ട് ഒരു മാനസിക അടുപ്പമുള്ള ഒരു വ്യക്തി കൂടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിക്രമിനെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വിക്രമും ഒരു ജോലി വേണം എന്ന ആവശ്യത്തോടു കൂടി തന്നെ എത്തുകയാണ്. കാണിക്കുന്നതെന്ന് വെച്ചാൽ ശ്രീകാന്തുമായിട്ട് വിക്രം ഏറ്റുമുട്ടുന്ന ഭാഗമൊക്കെ ഉണ്ട് ഇതില്. ശ്രീകാന്തൊന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് നമ്മുടെ വേദ അങ്ങോട്ടേക്ക് എത്തുന്നത്. അതേസമയം തന്നെ തരുണിന്റെ വീട്ടിലേക്ക് വിക്രം എത്തുകയാണ്. തരുണിന്റെ മകൾക്ക് ബോഡി ഗാർഡായിട്ടാണ് വിക്രം എത്തുന്നത്. അതേസമയം തന്നെ വിക്രം വേദയെ കാണുന്നുണ്ട്. അവിടെ വെച്ച് വിക്രം വേദയെ കാണുന്ന ആ സമയത്ത് ഞെട്ടി നിൽക്കുവാണ്. അതേസമയം വേദ വിചാരിക്കുന്നത് മകളെ നോക്കാൻ വേണ്ടി ഒരു ബോഡി ഗാർഡ് വരുമെന്ന് തരുൺ പറഞ്ഞിരുന്നല്ലോ. വിക്രമാണെന്ന കാര്യം നമ്മുടെ വേദയ്ക്ക് അറിയത്തില്ല. വേദ ഒട്ടും തന്നെ പ്രതീക്ഷിക്കുന്നില്ല നമ്മുടെ വിക്രമാണ് ബോഡി ഗാർഡ് വരുന്നതെന്ന്. പക്ഷെ വേദ കാണുമ്പോൾ ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ വിക്രം അടിപൊളി നല്ല ഗെറ്റപ്പിലാണ് വരുന്നത്. കാണുമ്പോൾ തന്നെ വേദയ്ക്ക് നല്ല സന്തോഷമാകുവാണ്. ആ സന്തോഷം പ്രകടിപ്പിക്കാനോ ഒന്നും തന്നെ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് വേദ നിൽക്കുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ തരുണിന്റെ അമ്മ, തരുൺ, കുട്ടി എല്ലാവരും തന്റെ കൂടെയുണ്ട്. ഇതാണ് ഇവര് തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുന്നത്. അത് ഭയങ്കര ട്വിസ്റ്റോട് കൂടിയ ഒരു എപ്പിസോഡ് തന്നെയായിരിക്കും. അതുപോലെ തന്നെ വിക്രമാണെങ്കിൽ മോളുമായിട്ട് പരിചയപ്പെടുന്നുണ്ട്. വിക്രമിന് മകളുമായിട്ട് ഭയങ്കര നല്ല രീതിയിലുള്ള ഒരു അടുപ്പം ഉണ്ടാകുന്നുണ്ട്. അതേസമയം വിക്രം വേദയോട് സംസാരിക്കാനൊക്കെ തയ്യാറാകുന്നുണ്ടെങ്കിലും വേദ പക്ഷേ ആ സമയത്ത് വിക്രമിനോട് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. വേദയ്ക്ക് പേടിയാണ് വിക്രമിനോട് സംസാരിക്കാൻ. കാരണം തരുണിത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടുത്തെ സിറ്റുവേഷൻ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് വേദ ഒന്നും പറയാതെ നിൽക്കുന്നത്. അതേസമയം തന്നെ വേദയ്ക്ക് വിക്രമിനോട് പറയാനും കഴിയുന്നില്ല ഇത് നമ്മുടെ കുട്ടിയാണെന്ന്. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് വേദ അകപ്പെട്ടിരിക്കുന്നത്. അതേസമയം തന്നെ വിക്രമിനും മനസ്സിലാകുന്നുണ്ട് വേദ എന്തൊക്കെയോ പ്ലാനിങ്ങിലാണെന്ന്. അതേസമയം വേദയെ കണ്ടിട്ടും നമ്മുടെ ആണെങ്കിൽ അത് ഏറ്റെടുത്ത് ഇത് എന്റെ ഭാര്യയാണ് എന്നോ ഒരു കാര്യവും വിക്രമും പറയുന്നില്ല. അതുപോലെ തന്നെ ഇനി മോളുടെ കൂടെ ഫുൾ ടൈം ഉണ്ടാകാൻ പോകുന്നത് നമ്മുടെ വിക്രമാണ്. അതേസമയം മോളോട് എപ്പോഴും സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിലും സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്താണെങ്കിലും എപ്പോഴും ഒരു ബോഡി ഗാർഡ് മാത്രമല്ല ഒരു നല്ല ബെസ്റ്റ് ഫ്രണ്ടായിട്ട് തന്റെ സ്വന്തം മകളോടൊപ്പം ഉണ്ട്. മാത്രവുമല്ല വിക്രം പുതിയൊരു ആളായി മാറുന്നുണ്ട്. കുട്ടിയുടെ കൂടെ ഇടപഴകുമ്പോൾ അവളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള ഒരു നല്ലൊരു വ്യക്തിയായിട്ട് തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു വിക്രം. അതുമാത്രമല്ല വിക്രമിന്റെ പുതിയൊരു ഭാവവും രൂപവും ഒക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. പ്രധാനമായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രൂപം തന്നെയാണ്. വിക്രമാണെങ്കിൽ ഫുൾ എന്ന് വെച്ചാൽ നമ്മുടെ താടിയും മുടിയൊക്കെ എടുത്ത് നല്ല ഗെറ്റപ്പിലും ലുക്കിലൊക്കെയാണ് വരുന്നത്. അത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് വിക്രമിനെ കാണാൻ. ഈ സമയം തന്നെ നമ്മുടെ ശ്രീകാന്ത് കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമങ്ങളെല്ലാം അതിനിടയ്ക്ക് നടത്തുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ നമ്മുടെ വിക്രമാണ് കുട്ടിയെ രക്ഷിക്കുന്നത്. വിക്രമിനാണെങ്കിൽ ഏത് രീതിയിലും വിക്രമിനെയും നമ്മുടെ വേദയും കുട്ടിയും ഇല്ലാതാക്കണം എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നമ്മുടെ ശ്രീകാന്ത് നടക്കുന്നതും. അതുമാത്രമല്ല വേദയുടെയും കുട്ടിയുടെയും പിന്നാലെ തന്നെ നമ്മുടെ ശ്രീകാന്ത് ഏത് സമയത്തും
ഉണ്ടാകുന്നുമുണ്ട്. ഉറക്കം കിട്ടിയാൽ വക വരുത്തുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നമ്മുടെ ശ്രീകാന്ത് നടക്കുന്നത്. അതുമാത്രമല്ല വേദ ഇനി മാഷിനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് എത്തുന്നുണ്ട്. മാത്രവുമല്ല വേദയും നമ്മുടെ വിക്രമും ആ വീട്ടിൽ വെച്ച് സംസാരിക്കുന്നതും കൂടിക്കാഴ്ച നടത്തുന്ന കാര്യങ്ങളൊക്കെ ഇനി വരുന്ന എപ്പിസോഡിൽ വരുന്നുണ്ട്. അതേസമയം തന്നെ വേദ എല്ലാവരോടും പറയുന്നുണ്ട്, തൽക്കാലം എനിക്കിവിടെ വന്ന് താമസിക്കാൻ കഴിയത്തില്ല. ഞാൻ മറച്ചു വെച്ചിരിക്കുന്ന കുറച്ച് രഹസ്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും തന്നെ എനിക്കിപ്പോൾ പറയാനായിട്ട് കഴിയില്ല. ആ കാര്യം വിക്രമിനോട് തന്നെ വേദ തുറന്നു പറയുവാണ്. അതിനുവേണ്ടി കുറച്ചു സമയം കാത്തിരിക്കണമെന്നും വേദ വിക്രമിനോട് പറയുവാണ്. ഇതിനു പറ്റിയ ഒരു സാഹചര്യം വരുമ്പോൾ ഞാൻ തന്നെ ആ വിവരം നിങ്ങളോട് എല്ലാവരോടും അറിയിക്കാം. വേദയുടെ ലക്ഷ്യമെന്ന് വെച്ചാൽ നമ്മുടെ തരുണിനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞതിന് ശേഷം മാത്രമേ വേദ വിക്രമിനോട് ഇത് തന്റെ മകളാണ് എന്ന സത്യം പറയുകയുള്ളൂ. ഇത് നമ്മുടെ രണ്ടുപേരുടെയും മകളാണ് എന്ന സത്യം പറയുകയുള്ളൂ. ഇതുവരെ ഈ കാര്യം നമ്മുടെ വേദ മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ഇതുവരെ നമ്മുടെ വേദ വിക്രമിനോട് പറയാനുള്ള ഒരു ചാൻസും കാണുന്നില്ല. അതേസമയം തന്നെ ശങ്കരനാരായണൻ വളരെ ഹാപ്പിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ തൻ്റെ മകളും കുട്ടിയുമായിട്ട് നാട്ടിലേക്ക് എത്തിയ വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷത്തിലാണ്. ഇനിയുള്ള കാലം അവരോടൊപ്പം കഴിയാം എന്നൊരു ചിന്താഗതിയാണ് നമ്മുടെ ശങ്കരനാരായണന്. മാത്രവുമല്ല അവരിനി തൻ്റെ കൺമുൻപിൽ തന്നെ ഉണ്ടാകുമല്ലോ എന്ന സന്തോഷവും കൂടെ ശങ്കരനാരായണന്റെ മുഖത്തുണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ നമ്മുടെ വിക്രമും വേദയും കണ്ടുമുട്ടുന്നതും വിക്രമാണെങ്കിൽ നമ്മുടെ ഗൗരിമോളുമായിട്ട് ഭയങ്കരമായിട്ട് ഇടപഴകുന്നതൊക്കെയാണ് കാണിക്കുന്നത്. തൻ്റെ മകളാണെന്ന് അറിയാതെ തന്നെ വിക്രം ചേർത്ത് പിടിക്കുന്നുണ്ട് ഗൗരിമോളെ. അതുപോലെ തന്നെ അവരുടെ ആ സ്നേഹം കണ്ടിട്ട് വേദയ്ക്ക് മനസ്സിൽ വല്ലാതെ സന്തോഷം തോന്നുവാണ്. പക്ഷേ വേദയുടെ മനസ്സിലെ ആ വിഷമം തൻ്റെ വിക്രമിനോട് ഇത് നമ്മുടെ മകളാണെന്ന് പറയാൻ പറ്റാത്ത സാഹചര്യത്തെ ഓർത്താണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു എപ്പിസോഡൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.